പാകിസ്ഥാനിലെ കറാച്ചിയിലും ലാഹോറിലും ഇസ്ലാമാബാദിലും ആക്രമണം നടത്തിയെന്ന് സ്ഥിരീകരിച്ച ഇന്ത്യ. പാക് വ്യോമത്താവളങ്ങൾ തകർക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവിട്ടു. ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ പ്രയോഗിച്ച ചൈനീസ് നിർമ്മിത മിസൈലും തുർക്കിഷ് ഡ്രോണുകളും ഇന്ത്യ തകർത്തു. ഇന്ത്യയുടെ പോരാട്ടം ഭീകരതയ്ക്കെതിരെയാണ്. പാകിസ്ഥാൻ സൈന്യം ഭീകരർക്കൊപ്പം നിലകൊണ്ടു. ഇന്ത്യക്ക് നേരെയുണ്ടായ എല്ലാ ആക്രമണങ്ങളും ചെറുക്കാൻ സാധിച്ചെന്നും സൈന്യം എപ്പോഴും സർവ്വസജ്ജമാണെന്നും DGMO തല ചർച്ചയ്ക്ക് മുമ്പായി സേന വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ഇന്ത്യ പാക് DGMO തല ചർച്ച വൈകിട്ട് 5 മണിക്കാണ് നിശ്ചയിച്ചിരിക്കുന്നത്. कि हमारी सभी मिलिट्री बेसिस और सारे इक्विपमेंट और सिस्टम्स ऑपरेशनल हैं और जरूरत पड़ने पर अपने अगले मिशन के लिए तैयार हैं और तत्पर भी हैं. വിവരങ്ങളുമായി PR സുനിൽ നമുക്കൊപ്പം. PR സുനിൽ, ഗുഡ് ഈവനിംഗ്. DGMO തല ചർച്ച അല്പസമയത്തിനകം നടക്കാൻ പോകുന്നു. അതിനു മുൻപായി DGമാർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പാകിസ്ഥാനിൽ ഏൽപ്പിച്ച പ്രഹരം എന്താണ് എന്നത് ദൃശ്യങ്ങൾ സഹിതം വ്യക്തമാക്കുകയല്ലേ? സുജിയ, ഗുഡ് ഈവനിംഗ്. ഏതായാലും DGMO തല ചർച്ച നടക്കാനിരിക്കുന്നതിന് മുൻപ് പാകിസ്ഥാന് ശക്തമായ സന്ദേശം നൽകിക്കൊണ്ട് കൂടിയായിരുന്നു 3 സേനകളുടെയും DGമാർ നടത്തിയ വാർത്താ സമ്മേളനം. ഏതൊക്കെ വിധത്തിലാണ് പാകിസ്ഥാന് ഇന്ത്യ പ്രതിരോധം തീർത്തത്, ഇന്ത്യൻ സേനയുടെ കരുത്തെന്താണ്, ഇന്ത്യൻ സേന ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ സജ്ജമായി നിൽക്കുകയാണ്, അടുത്തൊരു ഓപ്പറേഷന് പോലും സജ്ജമാണ് ഇന്ത്യൻ സേന, ഇന്ത്യയുടെ എല്ലാ ആയുധശേഷിയും വിലയിരുത്തി കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഇന്ത്യ ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ സജ്ജമായി നിൽക്കുകയാണ് എന്ന വ്യക്തമായൊരു മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് ഇന്നത്തെ 2ാം വാർത്താ സമ്മേളനം അവസാനിച്ചത്. സേനകളുടെ DGമാർ നടത്തുന്ന 2ാമത്തെ വാർത്താ സമ്മേളനമായിരുന്നു ഇന്ന്. അപ്പോൾ ഈ DGMO യോഗത്തിന് 1 മണിക്കൂർ മുൻപ് നടത്തിയ ഈ വാർത്താ സമ്മേളനത്തിന് വലിയ പ്രാധാന്യം തന്നെയാണുള്ളത്. ഏതായാലും പാകിസ്ഥാന് നൽകിയ മറുപടിയിൽ എന്തൊക്കെ ആഘാതമാണ് പാകിസ്ഥാനിൽ ഉണ്ടാക്കിയതെന്ന അടക്കമുള്ള കാര്യങ്ങൾ വീഡിയോ സഹിതം ദൃശ്യങ്ങൾ സഹിതം വ്യക്തമാക്കുക കൂടിയാണ് ഇന്ന് സേനകൾ ചെയ്തത്. പ്രത്യേകിച്ച് ലാഹോറിലും ഇസ്ലാമാബാദിലും കറാച്ചിയിലും വ്യോമത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് ഇന്ത്യൻ സേന ആക്രമണം നടത്തിയതിന്റെ ദൃശ്യങ്ങളും ഫോട്ടോകളും വീഡിയോകളും ഒക്കെ തന്നെ ഇപ്പോൾ സേനകൾ പുറത്തുവിട്ടിരിക്കുന്നു. മാത്രമല്ല, ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വളരെ ശക്തമായി പ്രവർത്തിച്ചു. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആകാശ് മിസൈൽ ഉപയോഗിച്ച് നിരവധി വ്യോമാക്രമണങ്ങൾ തടഞ്ഞുവെന്നും ഇപ്പോൾ സേനകൾ വിശദീകരിക്കുകയാണ്. വലിയ തോതിൽ മിസൈൽ ആക്രമണങ്ങൾ, പ്രത്യേകിച്ച് ചൈനയുടെ PL-15 പോലുള്ള മിസൈലുകൾ ഇന്ത്യക്ക് നേരെ തൊടുത്തു. ടർക്കിഷ് ഡ്രോണുകൾ വലിയ തോതിൽ ഇന്ത്യക്ക് നേരെ തൊടുത്തു. ഇതെല്ലാം ഇന്ത്യ വ്യോമ പ്രതിരോധ സംവിധാനത്തിലൂടെ ശക്തമായി പ്രതിരോധിച്ചു. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം ഒരു പ്രതിരോധ മതിലായി പ്രവർത്തിക്കുകയാണ്. അങ്ങനെ പാകിസ്ഥാന്റെ എല്ലാ ആക്രമണങ്ങളെയും പ്രതിരോധിച്ചു. പാകിസ്ഥാന്റെ ഒരാക്രമണം പോലും ഇന്ത്യയുടെ മിലിറ്ററി താവളങ്ങളിലോ വ്യോമത്താവളങ്ങളിലോ എത്തിയില്ല എന്നും ഇപ്പോൾ സേനകൾ സ്ഥിരീകരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ പാകിസ്ഥാൻ ഭീകര സംഘടനകൾക്ക് വേണ്ടിയാണ് ഇന്ത്യക്ക് നേരെ ആക്രമണം നടത്തിയത് എന്നുകൂടി ഒരു ശക്തമായ സന്ദേശം ഇപ്പോൾ സേനകൾ നൽകുകയാണ്. പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും 9 ഭീകര ക്യാമ്പുകളെയാണ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ഇന്ത്യൻ സേന ലക്ഷ്യം വെച്ചത്. ഭീകരരെ വധിച്ചതിന്റെ പേരിൽ ഭീകരർക്ക് വേണ്ടി പാക് സേന ഇന്ത്യക്ക് നേരെ ആക്രമണം നടത്തുകയായിരുന്നു. അതിനുള്ള പ്രത്യാക്രമണമാണ് ഇന്ത്യ നടത്തിയത്. അതുകൊണ്ട് ഈ ഒരു ആക്രമണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വവും പാകിസ്ഥാനിലുണ്ടായ നാശനഷ്ടങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്വവും പാക് സേനയ്ക്ക് മാത്രമാണ് എന്നുകൂടി ഇപ്പോൾ ഇന്ത്യൻ സേനകൾ വ്യക്തമാക്കുകയാണ്. ഏതൊക്കെ ഭീകരന്മാർ ഈ ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന് സേനകൾ പറഞ്ഞില്ല. പക്ഷേ നിരവധി ഭീകരന്മാരെ വധിക്കാനായി എന്നുകൂടി ഇപ്പോൾ സേനകൾ വിശദീകരിക്കുകയാണ്. ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ 100ഓളം ഭീകരർ ഈ ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന് സേന സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ അവരുടെ പേരുകൾ ഏതായാലും ഇപ്പോൾ പറയുന്നില്ല എന്നാണ് ഇന്ന് ഇപ്പോൾ സേനകൾ വ്യക്തമാക്കിയത്. ഏതായാലും ഇന്നത്തെ വാർത്താ സമ്മേളനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് പാകിസ്ഥാന്റെ ഈ ഒരു പ്രതിരോധ ആക്രമണത്തെ ചെറുത്തു എന്നതിനൊപ്പം തന്നെ ഇന്ത്യൻ സേന വേണമെങ്കിൽ ഒരു ആക്രമണത്തിന് കൂടി തയ്യാറാണ് എന്ന് പാകിസ്ഥാൻ ഒരു സന്ദേശം നൽകുകയാണ്. മാത്രമല്ല, പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ ആക്രമണം നടത്തിയത് ഭീകര സംഘടനകൾക്ക് വേണ്ടിയാണ് എന്നുകൂടി ഇപ്പോൾ സേനകൾ പറയുകയാണ്. അപ്പോൾ ഇന്ന് വൈകിട്ട് നടക്കാൻ പോകുന്ന, അല്പസമയത്തിനകം നടക്കാൻ പോകുന്ന DGMOമാരുടെ യോഗത്തിൽ തീർച്ചയായും ആ നിലപാട് വളരെ ശക്തമായി ഉന്നയിക്കാൻ ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നു എന്ന് വ്യക്തമാണ്. അപ്പോൾ ഈ DGMO യോഗത്തിന് മുൻപ് കൃത്യമായി പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടുള്ള ഒരു വാർത്താ സമ്മേളനം ഇപ്പോൾ സേന DGമാർ നടത്തിയിരിക്കും.